നമ്മുടെ വിദ്യാർത്ഥികളെ ക്രിമിനൽസായി കാണുന്ന ഈ ഒരു പ്രവണത ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഇന്നലെ ഇന്ത്യയിൽ 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വീണ്ടും നീറ്റ് എക്സാം എഴുതി. ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിയും പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നത്. അതിലൊക്കെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 1%-യോ 0.5%-യോ ഒക്കെ താഴെയാണ്. വർഷങ്ങളുടെ കഠിന പ്രയത്നങ്ങൾക്കൊടുവിലാണ് ഈ എക്സാമിന് കുട്ടികൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫ്രീ ആയിട്ട് സ്ട്രെസ് ഒന്നും ഇല്ലാതെയാണ് അവർ ഈ എക്സാം എഴുതാനുള്ളത്. അവരുടെ മൗലികാവകാശമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. എന്നാൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരുപാട് നിയമങ്ങളും നടപടികളും നൂലാമാലകളും കടന്നിട്ടാണ് ഓരോ കുട്ടിയും എക്സാമിനേഷൻ ഹാളിൽ എത്തുന്നത്. അതിനിടയിൽ പല എക്സാം സെന്ററുകളും വളരെ ഹാർഷായിട്ട് മക്കളോട് പെരുമാറുന്ന ഇൻവിജിലേറ്റേഴ്സ്. വാസ്തവത്തിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സക്സസേഴ്സിനെ കണ്ടെത്തേണ്ട ഈ ഒരു എക്സാമിൽ മറ്റു പല കാരണങ്ങൾ കൂടി കുട്ടികൾ താണ്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. കാർഡിന്റെ നിയമമാണ് നമ്മുടെ ഓരോ എക്സാമിലും നടന്നുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്, സിസ്റ്റത്തിന്റെ അപര്യാപ്തതയാണ്, അല്ലെങ്കിൽ പോരായ്മയാണ്. 22 ലക്ഷം കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 330 കോടി രൂപ ഗവൺമെന്റ് ഇതിനു വേണ്ടി കിട്ടുന്നുണ്ട്. റീനീറ്റ് എക്സാമിന്റെ ഇടയിൽ നമ്മൾ കേട്ടു എക്സാമിൽ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ ക്വാറന്റൈനിൽ ചെയ്തത്. അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ വരട്ടെ, കാരണം കുട്ടികൾക്ക് കാര്യം എളുപ്പമാവട്ടെ, സിസ്റ്റം സ്ട്രോങ് ആവട്ടെ. ഇവിടെ ഇൻവിജിലേറ്റേഴ്സിന് വിശ്വാസമില്ല, പ്രസ്സിന് വിശ്വാസമില്ല, ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന് വിശ്വാസമില്ല. അതുകൊണ്ട് ഭാരം മൊത്തം കുട്ടികളുടെ മേലെ വരികയാണ്. ഇപ്പൊ ഇൻവിജിലേറ്റേഴ്സിന് ട്രെയിൻ ചെയ്യുക, നമുക്ക് എല്ലാ ഫ്രിസ്കിങ്ങും എല്ലാ രീതിയിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം വേണ്ടാന്നല്ല, അതൊക്കെ ഉണ്ടാവട്ടെ. പക്ഷെ കുട്ടികളോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറട്ടെ, അവർ ഫ്രീ ആയിട്ട് എക്സാം എഴുതട്ടെ. സ്ട്രെസ് എന്താണെന്ന് അറിയാത്ത അവരെ, അല്ലെങ്കിൽ തന്നെ എക്സാമിന്റെ സ്ട്രെസ് ഒരുപാട് അവർ ഫേസ് ചെയ്യേണ്ടതുണ്ട്. സിസ്റ്റം സ്ട്രോങ് ചെയ്ത് മക്കളുടെ കാര്യങ്ങൾ എളുപ്പമാക്കുന്ന സിസ്റ്റം ഇനിയെങ്കിലും വരട്ടെ.